ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ചക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചക്ക വേവിച്ചത്. അതിന് ചക്കയുടെ ചവണിയെല്ലാം പറിച്ച് കളഞ്ഞ് നമ്മൾ ചക്ക അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചക്കയെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി നോക്കുകയാണ്. അതായത് ചക്കയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഇവിടെ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ ചക്ക വേവിച്ചതൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഇവിടെ അമ്മയ്ക്കും ചേട്ടായിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചക്ക വേവിച്ചത്. നമ്മളത് ഉണ്ടാക്കി കൊടുക്കാറേ ഉള്ളൂ കേട്ടോ. ഞാനിന്ന് കുക്കറിലാണ് കേട്ടോ ചക്ക വേവിക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചക്ക കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് ഒരല്പം ഉപ്പും ഇട്ട് പിന്നെ ആ ചക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വെക്കണം. അതിനു മുമ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം കേട്ടോ. ഏകദേശം ഒരു 2 വിസിൽ വരുന്നോടം വരെ നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. 2 വിസിലാകുമ്പോൾ അത് ഓപ്പൺ ചെയ്യാം കേട്ടോ. അത് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. 2 ഇതൾ കറിവേപ്പില കൂടി ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനത് ചേർത്തിട്ടില്ല. അപ്പം നമ്മുടെ ചക്ക വേവിച്ചത് ഇത് റെഡി.